സംഘപരിവാർ അനുകൂലികളുടെ കാരുണ്യത്താൽ കേരളത്തിൽ നിലനിന്നു പോരുന്ന രണ്ട് മാധ്യമങ്ങളാണ് അച്ചടി മാധ്യമരംഗത്ത് ജന്മഭൂമി ദിനപത്രവും മറ്റൊന്ന് ദൃശ്യമാധ്യമരംഗത്തെ ജനം ടി വിയും. ഒരു വിഭാഗം ആളുകളുടെ ഇടയിലല്ലാതെ മറ്റൊരു തലത്തിലേക്ക് മാറുവാനും ഈ രണ്ട് മാധ്യമങ്ങൾക്കും നാളിതുവരെ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളത് സത്യം തന്നെ. പൊതുവെ കേരളത്തിൽ BJPക്കോ NDA മുന്നണിക്കോ അനുകൂലമായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന ഒരു മാധ്യമങ്ങളും നിലവിലില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ BJP വിരുദ്ധ നിലപാടുകൾ വളരെ ശക്തമായി എടുക്കുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്നും 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വരെ മലയാളികളെ പറഞ്ഞ് പഠിപ്പിച്ചവരാണ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും. 2024 അതേ കുത്തിത്തിരിപ്പുമായി വീണ്ടും ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഇക്കൂട്ടർ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നിലംപൊത്തുമെന്നും കേരളത്തിൽ BJPയോ NDA മുന്നണിയെയോ നിലം തൊടില്ല എന്നും അവർ ആണയിട്ട് പറയുകയാണ്. അതിലേറെ മുൻപന്തിയിൽ നിൽക്കുന്നത് മനോരമ ചാനലും അതുപോലെ മാതൃഭൂമി ചാനലും റിപ്പോർട്ടർ ചാനലുമൊക്കെ തന്നെയാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകളുമെല്ലാം നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് വാർത്താ ചാനലിലെ പ്രമുഖരായിട്ടുള്ള മറുനാടൻ മലയാളി എന്ന ആ ചാനൽ എന്നത്തെയും പോലെ വീണ്ടും UDF അനുകൂലമായി വന്നിരിക്കുകയാണ്. പലപ്പോഴും മറുനാടൻ ഷാജൻ ഒരു UDFകാരൻ തന്നെയാണെന്ന് ഇവിടുത്തെ പലരും ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഓരോ സംഘടനയിലെയും പടലപ്പിണക്കങ്ങളെ മുതലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള എതിർപക്ഷക്കാരെ അവരെ കൂടെ നിർത്തി ഇതിനെ അതിജീവിക്കുവാനും ഷാജന് സാധിക്കാറുമുണ്ട്. ഇപ്പോൾ താൻ എന്തോ മഹാസംഭവമാണെന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് ഫലവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പഹ. ഇവിടുത്തെ എല്ലാ തിരഞ്ഞെടുപ്പിലും പറയും പോലെ തന്നെ ഇത്തവണയും UDF ഇവിടെ തൂത്തുവാരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനായി ഇവിടുത്തെ 20 മണ്ഡലങ്ങളിലും 2000 പേരെ വീതം സമ്പർക്കം ചെയ്ത് അഭിപ്രായമറിഞ്ഞവരാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നതും. അത് വെറും ശുദ്ധ തട്ടിപ്പ് തന്നെ. അല്ലെങ്കിൽ തന്നെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മറുനാടൻ്റെ സർവേ ഫലങ്ങളെല്ലാം പൊട്ടിപ്പാളീസായത് കണ്ടവരാണ് നാമെല്ലാം തന്നെ. UDFന് 14 സീറ്റും LDFന് 5 സീറ്റും NDAക്ക് ഒരു സീറ്റിലുമാണ് വിജയസാധ്യത മറുനാടൻ ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെല്ലാം UDFും ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, വടകര, കാസർഗോഡ് എന്നിവിടങ്ങളിൽ LDFും തൃശ്ശൂരിൽ മാത്രം NDAയുമെന്നാണ് ഷാജൻ്റെ സർവേ ഫലം. അതിൽ തന്നെ LDFന് ഈ പറയുന്ന 5 സ്ഥലത്തും NDAയുടെ തൃശ്ശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും മറുനാടൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തത്വത്തിൽ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും UDF തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് ഷാജൻ ഇപ്പോൾ വരുത്തി തീർക്കുന്നത്. തികഞ്ഞൊരു UDFകാരനായിട്ടുള്ള ഷാജൻ സ്കറിയ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള KC വേണുഗോപാലിനും K സുധാകരനും വലിയ മഹാഭൂരിപക്ഷമായിരിക്കും അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ലഭിക്കുക എന്നുകൂടി പറഞ്ഞു വയ്ക്കുവാനും മറന്നിട്ടില്ല. സത്യത്തിൽ കേരളത്തിൽ 40,000 പേരെ നേരിട്ട് സമ്പർക്കം ചെയ്യാനൊന്നും ഷാജനും കൂട്ടരും വളർന്നിട്ടില്ല. മറ്റൊന്ന്, അതിനായിട്ടുള്ള സംവിധാനങ്ങളും മറ്റുമൊന്നും മറുനാടൻ ഷാജന ഈ അവരുടെ ചാനലിലും ലഭ്യമായിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ പറ്റിക്കുവാൻ ഈ പൊറാട്ട് നാടകം? കാണാൻ ആളുണ്ടെന്ന് വിചാരിച്ച് തൻ്റെ ഇഷ്ടങ്ങളെല്ലാം തൻ്റെ ചാനലിലൂടെ ഇങ്ങനെ പങ്കുവയ്ക്കുകയും പെയ്ഡ് ന്യൂസായി വാർത്തകൾ സൃഷ്ടിക്കുമ്പോഴും ഒരു കാര്യം ഷാജൻ സ്കറി ഓർക്കുക, താങ്കളുടെ ചാനൽ കാണുന്നവരെല്ലാം മടയന്മാരോ മൂടന്മാരില്ല എന്നുള്ളതാണ്. അത് മറുനാടന് ഇപ്പോൾ ലഭിച്ച കമൻറ്റുകളൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാകും. അതിനാൽ ഷാജൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, മറുനാടൻ ചാനൽ ഒരു നിഷ്പക്ഷ വാർത്താ ചാനലാണെന്ന് കരുതുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെയുണ്ട്. അവർക്ക് താങ്കൾക്ക് ഈ വരുന്ന കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതായിരിക്കാം ഈ ഷാജൻ സ്കറിയയ്ക്കും നിങ്ങളുടെ ഈ മറുനാടൻ ചാനലിനും ഭാവിയിൽ നല്ലത്.